സുഹൃത്തുക്കളെ, നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഡിഫോൾട്ടായിട്ട് A4 പേജ് ആയിരിക്കും ഇതിലുണ്ടാവുക. ഇത് നമുക്ക് മൗസിൻ്റെ സ്ക്രോൾ വീല് നമ്മളിങ്ങനെ അത് തിരിക്കുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ടാണ് സ്ക്രോൾ വീൽ കിടക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റിലേക്ക് നമുക്കിതിങ്ങനെ നീക്കാൻ കഴിയും. കൺട്രോൾ കീ അമർത്തി പിടിച്ചിട്ടാണ് സ്ക്രോൾ വീൽ കിടക്കുന്നുണ്ടെങ്കിൽ സൂം ഇൻ സൂം ഔട്ട്. അതേപോലെ തന്നെ സ്ക്രോൾ വീൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പേജ് മൊത്തത്തിൽ ഇങ്ങനെ അവിടുന്ന് നീക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് കിടക്കുന്നത്. ഇടതുഭാഗത്ത് നമ്മുടെ ടൂൾസുകൾ കാണാം. മുകളിൽ ഇതിൻ്റെ ഡോക്ക് ഏരിയയാണ്. അതിൽ പ്രോപ്പർട്ടീസ്, ഓരോ ഒബ്ജക്റ്റ് ആക്റ്റീവ് ആകുമ്പോഴാണ് അവിടെ പ്രോപ്പർട്ടീസ് വിസിബിളായി വരുള്ളൂ. മെനു ബാർ കാണാം. വലതുഭാഗത്തും അതേപോലെ ടൂൾസുകൾ. താഴ്ഭാഗത്ത് കളർ പാലറ്റുകളാണ്. ധാരാളം വേരിയൻ്റ് ആയിട്ടുള്ള കളറുകളുണ്ട്, കോമൺ ആയിട്ടുള്ള കളറുകളുണ്ട്. ഇവിടെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് 300-350 സൈസിലുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പേജ് അതേ സൈസിലാക്കി വെക്കണം. എന്നാലേ നമുക്കൊരു ഫുൾ സൈസിൽ നമുക്കത് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ പേജും അതേ സൈസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ക്രമീകരിക്കണം. ഇപ്പോൾ ഇവിടെ പേജിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മളൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിൽ ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പേജ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഫയലിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ A4ലാണ് കിടക്കുന്നത്. താഴെ നമുക്ക് മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 210 എന്നുള്ളത് മാറ്റിയിട്ട് വിഡ്ത്ത് 300 ആക്കിയിട്ട് ഞാൻ ക്രമീകരിക്കുന്നു. 300 കൊടുത്തു. അതുപോലെ ഹൈറ്റ് 350 ആക്കി എൻ്റർ അടിച്ച് കഴിഞ്ഞ് നമ്മളിതാ ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ, ഈ പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്യണമെങ്കിൽ പഴയ ഇങ്ക്സ്കേപ്പ് പോലെയല്ല. ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൻ്റെ അവിടെ നമ്മൾ മൗസ് പോയിൻ്റ് കൊണ്ടുപോകുമ്പോഴാണ് ആ ക്ലോസ് ടാബ് നമുക്ക് അവിടെ വിസിബിൾ ആവുള്ളൂ. അതുവരെ അത് ഹൈഡായിട്ടായിരിക്കും കിടക്കുക. ആ ക്ലോസ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് പോയി. ഇപ്പോൾ നമ്മുടെ പേജിൻ്റെ സൈസ് 300-350 സൈസായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു റെക്റ്റാങ്കിൾ ടൂൾസിൽ നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ കാണാം. ഈ ടൂൾ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിൻ്റ് റെക്റ്റാങ്കിൾ മോഡിലേക്ക് മാറി. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് മോഡിൽ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് മോഡിൽ ഞാൻ റെക്റ്റാങ്കിൾ വരക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കളറുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ താഴെ ഏത് കളർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ അതിലേക്ക് കളറ് കടന്നു വരും എന്നുള്ളതാണ്. പെയിൻറ്റ് ടൂളായിട്ടൊന്നും സെപ്പറേറ്റ് ഒന്നും ഇവിടെ ടൂളില്ല. അതുപോലെ ഇപ്പോൾ ഇത് എഡിറ്റിംഗ് മോഡിലാണ്. ഇപ്പോൾ റെക്റ്റാങ്കിൾ എഡിറ്റിംഗ് മോഡിലാണ് ഇപ്പോൾ ഈ റെക്റ്റാങ്കിൾ കിടക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ വിഡ്ത്ത് നമുക്ക് കൊടുക്കാം, അതുപോലെ ഹൈറ്റ് കൊടുക്കാം. ഇതെല്ലാം നമുക്കിവിടെ ക്രമീകരിക്കാം. റൊട്ടേഷൻ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമുക്ക് റൊട്ടേഷൻ ചെയ്യാനുള്ള സംഖ്യകൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫിക്സ്ഡ് സംഖ്യയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്രമീകരിക്കാം. ഇത് നമ്മൾ നേരെ മൂവ് ടൂളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കിതിനൊന്ന് മൂവ് ചെയ്യിക്കണം. ഇപ്പോൾ ഞാൻ മൗസ് ഉപയോഗിച്ച് ഞാനിത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മറ്റൊരു റെക്റ്റാങ്കിൾ ആഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഇങ്ങനെ റെക്റ്റാങ്കിളാണ് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് ഇങ്ങോട്ടെടുത്ത് മാറ്റി വെക്കണമെങ്കിൽ നമുക്കതിനൊരു സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ആ ടൂളാണ് നമ്മുടെ ടൂൾ ബോക്സിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഈ അമ്പടയാളം പോലെയുള്ള സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എന്നാണ് ആ ടൂളിൻ്റെ പേര്. ഇതെടുക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്റ്റായി. ഇപ്പോൾ ഇത് സെലക്ഷൻ മോഡിലാണ്. 8 നോഡുകൾ കാണാം. ഇത് ആരോ മാർക്കുള്ള 8 നോഡുകൾ. ഈ നോഡുകൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതാ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ എനിക്ക് സ്കെയിൽ ചെയ്യാൻ കഴിയും, വെർട്ടിക്കലായിട്ട് സ്കെയിൽ ചെയ്യാൻ കഴിയും. അതുപോലെ ഈ കോർണറിൽ പിടിച്ച് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് ഈക്വലായിട്ട് എന്ത് ചെയ്യും, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സ്കെയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇങ്ങോട്ട് നീക്കി വെക്കാൻ കഴിയും. അതേപോലെ ഒരു പ്രാവശ്യം കൂടി ഇതിൽ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നോഡുകളുടെ സ്വഭാവം മാറി ഇതിൻ്റെ കോർണറിലുള്ളത് റൊട്ടേഷൻ മോഡിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഇവിടെ കണ്ട പോലെ XY ആക്സിസിലുള്ള റൊട്ടേഷൻ ഇവിടെ നമുക്ക് മാനുവലായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നു. അതേപോലെ തന്നെ സൈഡിൽ ഇതിൻ്റെ സൈഡിലുള്ള ബട്ടൺ നമുക്കിതിൻ്റെ ഷേപ്പുകൾ, നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പുകളൊക്കെ ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ
റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെ നമുക്കിതിനെ കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് ഈ ടൂൾസിൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും മുകളിലുള്ള സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് എഡിറ്റ് മോഡിലേക്ക് തന്നെ പോകണം, നമുക്ക് റെക്റ്റാങ്കിൾ എഡിറ്റ് മോഡിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് മോഡിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ എഡിറ്റ് മോഡാണ് വന്നിട്ടുള്ളത്, ഈ റെക്റ്റാങ്കിൾ ടൂളായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇവിടെ വരക്കുന്നു. നമുക്ക് ഈ പേജിൻ്റെ സൈസാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. 300-350 സൈസായിരുന്നു നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത്. ഇവിടെ ഞാൻ ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 300 എന്ന് കൊടുക്കുന്നു. നേരത്തെ നമ്മൾ പേജ് 300 കൊടുത്ത സ്ഥിതിക്ക് ഞാൻ 301 ഇവിടെ കൊടുക്കുന്നത്, കുറച്ച് കയറി നിൽക്കണം. അതേപോലെ ഹൈറ്റ് 350 ആയിരുന്നു പേജ് സൈസ്, ഞാനിവിടെ 351 കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സൈസായി. എന്നിട്ട് നമ്മൾ സെലക്ഷൻ ടൂൾ എടുക്കുന്നു, ഇതിവിടെ കൊണ്ടുവന്ന് പേജിൽ വെക്കുന്നു. ബ്ലാക്ക് നിറമാണ് അതിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഇത് കറക്റ്റ് നമ്മൾ മാനുവലായിട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പേജിലായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ലൈനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിനെ അലൈൻമെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അലൈൻമെൻറ്റ് ചെയ്യാൻ ഒബ്ജക്റ്റിൽ പോയിട്ട് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് കാണാം. നമുക്കിതിനെ കൃത്യമായിട്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആക്സിസിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ അലൈൻ ചെയ്യണം. ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അലൈൻ ചെയ്യണം. മാനുവലായിട്ടല്ലാതെ അലൈൻ ചെയ്യണമെങ്കിലാണ് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഉള്ളത്. ഒട്ടുമിക്ക ടൂളുകളും പ്രോപ്പർട്ടീസുകളും നമുക്ക് ഒബ്ജക്റ്റിൽ അവൈലബിൾ ആണ്. ഒബ്ജക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോപ്പർട്ടീസുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഞാൻ എടുക്കുന്നു. വലതുഭാഗത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അലൈൻ എന്നുള്ളിടത്ത് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് ടു എന്ന് കാണാം. റിലേറ്റീവ് ടു എന്ന് കണ്ടാൽ നമ്മൾ ഏതുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മൾ അലൈൻമെൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ഇവിടെ പേജാണ് കിടക്കുന്നത്. ഇവിടെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമുണ്ട്. ലാസ്റ്റ് സെലക്റ്റഡ്, ഫസ്റ്റ് സെലക്റ്റഡ്, ബിഗസ്റ്റ് ഒബ്ജക്റ്റ്, സ്മോളസ്റ്റ് ഒബ്ജക്റ്റ്, പേജ്, ഡ്രോയിങ്, സെലക്ഷൻ ഏരിയ, ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് റിലേറ്റീവായിട്ട് ഇതിനെ അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ലാസ്റ്റ് സെലക്റ്റഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ അലൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഏത് ഒബ്ജക്റ്റാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് നീങ്ങും. ഓക്കെ, അത് ഫസ്റ്റിനെ അപേക്ഷിച്ചാണ് നീങ്ങുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ പേജാണ് ഞാൻ എടുക്കുന്നത്. പേജ് എടുക്കുമ്പോൾ പേജുമായിട്ടാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് റിലേഷൻ. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് റെക്റ്റാങ്കിളാണ്, പേജുമായിട്ട് റിലേഷൻ ആവാനാണ് പറഞ്ഞത്. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ വെർട്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നീക്കാൻ കഴിയും. റൈറ്റ് സൈഡിൽ നമുക്ക് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ എന്താണ് വെർട്ടിക്കൽ സെൻറ്ററാണ്. ഇവിടെ എന്താണ് അലൈൻ ലെഫ്റ്റ് എഡ്ജാണ്, ഇത് റൈറ്റ് എഡ്ജാണ്. ഇങ്ങനെ പല രൂപത്തിലും ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സിംബോളിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് സെൻറ്ററാണ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇപ്പോൾ ഞാനിവിടെ സെൻറ്റർ ക്ലിക്ക് ചെയ്തു. സെൻറ്റർ ക്ലിക്ക് ചെയ്തപ്പോൾ വെർട്ടിക്കലായിട്ട് സെൻറ്റർ പൊസിഷനിലേക്ക് റെക്റ്റാങ്കിൾ മാറുന്നു. നേരെ താഴെ ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് താഴേക്കും നീങ്ങുന്നു. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് പേജ് കവർ ചെയ്ത് നിന്നു. ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ റെക്റ്റാങ്കിളിൽ പിടിച്ച് നീക്കരുത്, അതേപോലെ ഈ നോഡുകളിൽ പിടിച്ച് നീക്കരുത്. അപ്പോൾ അതിൻ്റെ സ്കെയിലിംഗ് ഒക്കെ മാറും, അതിൻ്റെ അലൈൻമെൻറ്റ് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ റെക്റ്റാങ്കിൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നോക്കൂ, നമുക്ക് സേ നോ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസ് ഏകദേശം നമ്മളൊരു ധാരണയിലെത്തണം. ഇതാണ്, ഈ ഒരു സൈസിലാണ് നമ്മൾ സേ നോ എന്ന് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സേ നോ എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ലെറ്റർ ടൂൾ എടുക്കുന്നു, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സേ നോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഈ സേ നോ എന്നുള്ളത്, ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. ഉബുണ്ടു കണ്ടൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് ഫാമിലിയാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഇടത് ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ ഇടത് ഭാഗത്തായിട്ട് നമുക്കിവിടെ ഫോണ്ട് ഫാമിലി, അവിടെ സെലക്ട് ഫോണ്ട് ഫാമിലി എന്നിവിടെ കൊടുത്ത് കാണാം. മൗസ് കൊണ്ടുപോയി നോക്കുമ്പോൾ അവിടെ സാൻസ് ഷെറിഫ് എന്നാണുള്ളത്. അത് നമ്മളവിടെ മാറ്റിയിട്ട് അവിടെ ഉബുണ്ടു
കണ്ടൻസറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ യു എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ഉബുണ്ടുമായി ബന്ധപ്പെട്ട് വരുന്നു. കണ്ടൻസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അത് ഉബുണ്ടു കണ്ടൻസർ ഫോണ്ടിലേക്ക് മാറി. ഇനി അതിൻ്റെ സൈസ് ഇതാ ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട്. 704.7666 എന്നാണ് കൊടുത്തുള്ളത്. നമുക്ക് അവിടെ എന്ത് ചെയ്യാം, 125 ഇവിടെ ഞാൻ സൈസ് കൊടുക്കുന്നത്. 125 കൊടുത്തിട്ടൊന്ന് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് കാണാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ നിറം നമ്മൾ ഏകദേശം ഒരു പിങ്ക് നിറമാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പിങ്ക് നിറത്തിലുള്ള ലെറ്ററാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനിതിവിടെ അടുത്തേക്ക് എടുത്തു വെച്ചു, നമ്മുടെ പോസ്റ്ററിൻ്റെ അടുത്തേക്ക്. പോസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് ഞാനിവിടെ ക്രമീകരിക്കുകയാണ്. ഇവിടെയാണ് നമുക്കിത് വെക്കേണ്ടത്. പോസ്റ്ററിൻ്റെ ഉള്ളിൽ ഞാനിത് ക്രമീകരിക്കുന്നു. ഇവിടെ നമ്മൾ ഫിഗറിൽ നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് സേ നോ എന്നുള്ളത് ബോൾഡായിട്ടുള്ളൊരു ലെറ്ററാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി ബോൾഡാണ്. പക്ഷേ ഉബുണ്ടു കണ്ടൻസർ എന്നുള്ളിടത്ത് ബോൾഡ് എന്ന ഓപ്ഷൻ നമുക്കില്ല. കാരണം ഈ ഒരു ഫോണ്ട് ഫാമിലിയിൽ ബോൾഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഇതിന് സൈസുള്ളൂ. അപ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യണം, ഇത് ബോൾഡ് സൈസാക്കാൻ നമ്മളിതിൻ്റെ സ്ട്രോക്ക് ഏരിയ ഒന്ന് കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. സ്ട്രോക്ക് ഏരിയ കൂട്ടിക്കൊടുക്കണമെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യണം, ഇപ്പോൾ സേ നോ എന്നുള്ളത് ഫിൽ കളർ മാത്രമേ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അൺസെറ്റ് എന്നാണ് ഇവിടെ സ്ട്രോക്ക് എന്നുള്ളത് കാണുന്നത്. താഴെ മൗസ് പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം അൺസെറ്റാണ്. നമ്മളവിടെ അതേ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതേ കളറിന് സ്ട്രോക്കിൽ നമുക്ക് വന്നു ചേരും. അപ്പോൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് പച്ചയാക്കി. ഇത് നേരിട്ട് നമ്മൾ കളർ പാലറ്റിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ബോഡി കളറാണ് വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ റെഡ് എന്നാക്കി തിരിച്ചാക്കി. ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് അതേ റെഡ് തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്ട്രോക്ക് ഏരിയ അവൈലബിൾ ആയി. ഇപ്പോൾ കുറച്ചും കൂടി കട്ടി തോന്നിക്കുന്നുണ്ടാവും. എന്നിട്ട് നേരെ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന പ്രോപ്പർട്ടീസിൽ ഇവിടെ നമുക്ക് കാണാം ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ഫില്ലാണ് ഇപ്പോൾ കിടക്കുന്നത്. സ്ട്രോക്ക് പെയിൻറ്റ് നമ്മളിവിടെ തിരഞ്ഞെടുത്തു. ചുവപ്പ് തന്നെയാണ് എടുത്തത്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ തിരഞ്ഞെടുക്കാം. നമുക്ക് നേരിട്ട് നമ്മൾ ഷിഫ്റ്റ് അമർത്തിയിട്ടുണ്ട്, സ്ട്രോക്ക് പെയിൻറ്റ് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് സ്ട്രോക്കിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ കനം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ അക്ഷരത്തിനൊന്ന് വണ്ണം തോന്നിക്കുള്ളൂ. അപ്പോൾ ഇവിടെ സ്ട്രോക്ക് സ്റ്റൈലിലാണ് പോകേണ്ടത്. അപ്പോൾ സ്ട്രോക്ക് പെയിൻറ്റ് കഴിഞ്ഞു. സ്ട്രോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വിഡ്ത്ത് എന്ന് കാണാം. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഏത് സൈസ് ലൈനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ലൈനൊക്കെയാണ് വരക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ധാരാളം ലൈനുകളുണ്ട്. ഇവിടെ എന്താണ് ഇപ്പം നേരിട്ടുള്ള ഡോട്ട് ലൈനുണ്ട്, ഡോട്ട് അല്ലാത്ത ലൈനുകളുണ്ട്. അതിൻ്റെയൊക്കെ എന്താണ് ഇതൊക്കെ ഇവിടെ കൂട്ടിക്കൊടുക്കാം. അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അധികം ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ വിഡ്ത്താണ് കൂട്ടിക്കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 കൊടുക്കുന്നത്. 1.5 എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സേ നോ എന്നുള്ളത് കുറച്ചുകൂടി എന്ത് ചെയ്തു, ഒന്ന് ബോൾഡായി. ഓക്കെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, വാർ എന്നുള്ളത് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് നേരിട്ട് നമുക്ക് ടൂൾ എടുത്തിട്ട് ഇവിടെ വാർ എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത ഉബുണ്ടു കണ്ടൻസർ അതുപോലെ ബോൾഡാക്കിയതൊക്കെ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്താലും മതി. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, സൈസ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ സേ നോ എന്നുള്ളിടത്ത് ഞാനൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം. ഒന്നുകിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+D എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അതുമല്ലെങ്കിൽ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ എഡിറ്റിലും എന്തുണ്ട്, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അപ്പോൾ 3 സ്ഥലത്താണ്. എഡിറ്റിൽ ഈ ഫിഗറിൻ്റെ സെലക്ട് ആയിരിക്കണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതേപോലെ ആ ഒബ്ജക്റ്റിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് കാണാം. ഇല്ലെങ്കിൽ Ctrl+D എന്ന് ടൈപ്പ് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് കാണും. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല, അതിൻ്റെ മുകളിലാണ് വന്ന് കിടക്കുന്നുണ്ടാവുക. അതൊന്ന് ജസ്റ്റ് എടുത്ത് ഇവിടെ പുറത്ത് വെക്കുന്നു. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ഒറിജിനൽ ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഈ ഡ്യൂപ്ലിക്കേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് സ്പേസ് അടിച്ചിട്ട് വാർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. വാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിറം നമ്മൾ മഞ്ഞയാണ് നമ്മുടെ ഫിഗറിലുള്ളത്, മഞ്ഞയാക്കുന്നു. ഷിഫ്റ്റ് അമർത്തിയിട്ട് മഞ്ഞ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രോക്കും മഞ്ഞയാവുന്നു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എടുത്തിട്ട് താഴെ ഈ സേ നോ എന്നുള്ളതിൻ്റെ താഴെ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് നേരെ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളതിൻ്റെ സ്ട്രോക്ക് സ്റ്റൈൽ
1.5 എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 6 ഒക്കെ ആക്കി കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട് ഫിഗറിൻ്റെ അതേ ഫിഗർ കിട്ടുള്ളൂ. എൻ്റർ അടിക്കുന്നതോടുകൂടി വാർ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഇവിടെ സ്ട്രോക്ക് കൂടുന്നു. അതേപോലെ തന്നെ അതിൻ്റെ സൈസ് നമ്മൾ നേരത്തെ 1.125 ആയിരുന്നു സേ നോ എന്നുള്ളതിൻ്റെ സൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ 125 മാറ്റിയിട്ട് 250 എന്ന് കൊടുക്കുന്നു. 250 എന്ന് കൊടുക്കുന്നതോടുകൂടി വാർ എന്നുള്ളതിൻ്റെ സൈസ് ഇവിടെ എന്ത് ചെയ്യുന്നു, മാറുന്നു. നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തു. ഇത്രയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നടുവിലൊരു 2 എന്നും കൂടിയും ചേർക്കണം. 2 എന്നുള്ളത് ഒരു റെക്റ്റാങ്കിളിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലൂ റെക്റ്റാങ്കിൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ കറക്റ്റ് സൈസിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ വരക്കുന്നു. അതിന് നീല കളർ കൊടുക്കുന്നു. അതിൻ്റെ സ്ട്രോക്ക് നമുക്ക് വേണ്ട. അപ്പോൾ ഷിഫ്റ്റ് അമർത്തിയിട്ട് ഇതാ ഈ കളർ പാലറ്റിൻ്റെ ഏറ്റവും ഫസ്റ്റിൽ കാണുന്ന ഇൻറ്റു മാർക്ക് നോൺ എന്ന് കാണാം. ആ നോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രോക്ക് നഷ്ടപ്പെടുന്നു. നമുക്കിപ്പോൾ ഫിൽ ഏരിയ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏകദേശം മാനുവലായിട്ട് നമ്മളവിടെ ഇതിൻ്റെ സൈസ് ഇവിടെ നിന്ന് കൊടുക്കുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിലാണ് ഇനി 2 എന്ന ലെറ്റർ വേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു അക്ഷരത്തിൻ്റെ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 2 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വലുതാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സൈസ് ഒരു 80 ആക്കാൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 80 ആക്കുന്നു. 80 ആക്കി എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇതാ ഇവിടെ കാണാൻ കഴിയും 2 എന്നുള്ളത് ഇതാ ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉബുണ്ടു കണ്ടൻസറാണ്. നമുക്കിതിൻ്റെ സൈസ് മാറ്റിയിട്ട് ഫോണ്ട് ഫാമിലി ഉബുണ്ടു കണ്ടൻസർ ആക്കണം. ഇവിടെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സാൻസ് സെറിഫ് എന്നുള്ളടത്ത് ഉബുണ്ടു കണ്ടൻസർ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ 2 എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് വലിപ്പമായി. നിറം അതിന് വൈറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ 2 എന്നുള്ളതിന് നമ്മൾ റെക്റ്റാങ്കിളിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ 2 എന്നുള്ളതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് റെക്റ്റാങ്കിൾ ഒരല്പം ഒന്ന് സൈസ് വർദ്ധിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞു.